നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ചരിത്ര പുസ്തകത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചിട്ടുള്ള തിരുവനന്തപുരം പാളയം അയ്യങ്കാളി ഹാൾ ഇപ്പോൾ സംരക്ഷണയില്ലാതെ അവഗണനയുടെ ചരിത്രത്തിലേക്കാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഏത് സമയവും തകർന്നു വീഴാം എന്നുള്ള സ്ഥിതിയിൽ ആയിരുന്നിട്ടുകൂടി പൗരാണിക പ്രാധാന്യമുള്ള ഈ ഹാളിനെ നവീകരിക്കാൻ യാതൊരു നടപടിയും ആയിട്ടില്ല. ബ്രിട്ടീഷ് വാസ്തുവിദ്യാ കലയുടെ മകുടോദാഹരണമാണ് തിരുവനന്തപുരത്ത് ഉയർന്നു നിൽക്കുന്ന VJT ഹാൾ, അല്ലെങ്കിൽ പിന്നീട് പുനർനാമകരണം ചെയ്ത അയ്യങ്കാളി ഹാൾ. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയയുടെ കിരീടധാരണത്തിന്റെ 50ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് 1896 ഈ ഹാള് നിർമ്മിച്ചത്. 1896 ശ്രീമൂലം തിരുനാൾ പണികഴിപ്പിച്ച ഈ ഹാളിൽ വെച്ചാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ പ്രവർത്തിച്ചിരുന്നത്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലെ അംഗമായിരുന്നു അയ്യങ്കാളി. ചരിത്ര പ്രസിദ്ധമായ അയ്യങ്കാളിയുടെ പല പ്രസംഗങ്ങളും ഈ ഹാളിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതിനാലാണ് കെട്ടിടത്തിന് VJT എന്ന പേര് മാറ്റി അയ്യങ്കാളിയുടെ പേര് നൽകിയത്. എണ്ണിയാൽ തീരാത്ത ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയാണ് പാളയത്തെ VJT ഹാൾ. നൂറ്റാണ്ട് പിന്നിട്ട് കാലത്തെ അതിജീവിക്കുന്ന പ്രൗഢിയോടെ നിലനിൽക്കുന്ന കെട്ടിടം തലസ്ഥാനത്തെ കലാസാംസ്കാരിക പരിപാടികളിലെ കേന്ദ്രം കൂടിയാണ്. നഗരത്തിലെ പൊതുചടങ്ങുകൾ സംഘടിപ്പിക്കാനായി സംഘാടകർ ഏറ്റവും ഇഷ്ടപ്പെട്ട വേദി. കൊളോണിയൽ കാലഘട്ടത്തിന്റെ അഭിമാനകരമായ അവശിഷ്ടമായി ഈ സ്മാരകം ഉയർന്നു നിൽക്കുന്നു. ഈ ഹാൾ വെറുമൊരു ചരിത്രശേഷിപ്പല്ല, മറിച്ച് നിരവധി വികാരങ്ങളും ചരിത്ര മുഹൂർത്തങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഇടമാണ്. വലിയ ഉച്ചത്തിൽ മൈക്കുകൾ പ്രവർത്തിച്ചാലും പ്രതിധ്വനി ഉണ്ടാകില്ല എന്നതാണ് ഹാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത ഈ ഹാളിന്റെ വാസ്തുവിദ്യയും കൊത്തുപണികളുമാണ്. ദൃഢവും മനോഹരവും ഒത്തുചേർന്നിരിക്കുന്ന നിർമ്മാണം. ഹാളിന്റെ ഓരോ കോണും കലയും സംസ്കാരവും വിളിച്ചോതുന്നത് കൊണ്ട് തന്നെ കലാസാംസ്കാരിക പരിപാടികൾക്കും പ്രദർശനങ്ങൾക്കുമെല്ലാം ഈ ഹാൾ ഉപയോഗിച്ചിരുന്നു. സസൂക്ഷ്മ നിർമ്മാണവും ആഡംബരവും ചരിത്ര പൈതൃകവും കൂടിക്കലരുമ്പോൾ വിവിധ പരിപാടികൾക്കും പ്രദർശനങ്ങൾക്കും അനുയോജ്യമായ ഒരു വേദിയായി ഇത് മാറിയിരുന്നു. ഇത് ചരിത്രമാണ്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള അയ്യങ്കാളി ഹാളിന്റെ നിലവിലെ അവസ്ഥ പരിതാപകരമാണ്. സംരക്ഷണത്തിന്റെ അഭാവം കൊണ്ട് മേൽക്കൂര പൊളിഞ്ഞും ഗോപുരങ്ങളിലെ കണ്ണാടി പൊട്ടിയും ഗോവണി തകർന്നും നാമാവശേഷമായിരിക്കുകയാണ് അയ്യങ്കാളി ഹാൾ. പേരിനെങ്കിലും അറ്റകുറ്റപ്പണി നടത്തിയിട്ട് വർഷങ്ങളായി. പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗത്തിന്റെ ഉടമസ്ഥതയിലാണ് ഹാൾ. ഭരണ ചുമതലയാകട്ടെ പൊതുഭരണ വകുപ്പിനും. മേൽക്കൂരയിൽ പാകിയുള്ള ഓടുകൾ പൊട്ടിയത് കാരണം ഉണ്ടാകുന്ന ചോർച്ചയാണ് ഹാളിനെ നാശത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം. ഗോപുരങ്ങളിലെ കണ്ണാടിച്ചില്ലുകൾ മിക്കതും പൊട്ടിയ നിലയിലാണ്. പുറകുഭാഗത്ത് ഹാളിന് 2 നിലകളുണ്ട്. ആദ്യ നിലയിലേക്ക് കയറാനുള്ള തടി ഗോവേണിയുടെ പലകകൾ മിക്കതും ഇളകിമാറിയ നിലയിലാണ്. ഫാനുകളിൽ ചിലത് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായിരിക്കുന്നു. ബാനറുകളും മറ്റും ഒട്ടിക്കാനായി പരിപാടി നടത്തുന്നവർ ചുവരുകളിൽ തോന്നും പോലെ ആണിയടിക്കുന്നത് കാരണം ചുവരുകൾക്കും കാര്യമായ ബലക്ഷയമുണ്ട്. കൂടാതെ പായലും പുല്ലും നിറഞ്ഞ് ഓടുകൾക്കിടയിലൂടെയും അരയാൽ പോലുള്ള വൻമരങ്ങൾ വളർന്ന് പന്തലിക്കുന്നുമുണ്ട്. മുൻപ് പരിപാടികളുടെ ബുക്കിങ്ങിനായി ഏറെ തിരക്കായിരുന്നു ഇവിടെ. ഇപ്പോൾ സർക്കാർ പരിപാടികൾക്ക് മാത്രമാണ് ഈ ഹാൾ ഉപയോഗിക്കുന്നത്. അതും മറ്റു ഹാളുകൾക്ക് ഒഴിവില്ല എങ്കിൽ മാത്രം. അയ്യങ്കാളി ഹാളിന്റെ പുനർനിർമ്മാണ ആവശ്യത്തിനായി 4 കോടിയുടെ പദ്ധതി പൊതുമരാമത്ത് ബിൽഡിംഗ്സ് വിഭാഗം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. ആദ്യം 9 കോടിയുടെ എസ്റ്റിമേറ്റാണ് കണക്കാക്കിയത്. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പ്രവൃത്തികളുടെ മുൻഗണനാക്രമം നിശ്ചയിച്ച് എസ്റ്റിമേറ്റ് വെട്ടിച്ചുരുക്കി. കോവിഡ് ലോക്ക്ഡൌൺ ആരംഭിക്കുന്നതിന് മുൻപ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും ഇതുവരെയും സാങ്കേതിക ഭരണാനുമതികൾ ലഭിച്ചിട്ടില്ല. ഇത് അനിശ്ചിതത്വത്തിൽ ആക്കുന്നത് നവീകരണ പദ്ധതിയെയും അയ്യങ്കാളി ഹാളിന്റെ നിലനിൽപ്പിനെയുമാണ്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം സൗമി മാത്യു, MFA ന്യൂസ്, തിരുവനന്തപുരം.